നമ്മുടെ ബീറ്റ്റൂട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2-3 മൂട് ബീറ്റ്റൂട്ട് നട്ടായിരുന്നു. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരെണ്ണം മാത്രമേ നമുക്ക് സക്സസ് ആയി കിട്ടിയുള്ളൂ. തണുപ്പത്ത് മറ്റേത് 2 ചീഞ്ഞു പോയായിരുന്നു കേട്ടോ. ഒരെണ്ണമാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ ബീറ്റ്റൂട്ട് നന്നായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കിന്ന് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇലയും ഇതും കൂടെ പറിക്കാം. കാരണം അത് ബീറ്റ്റൂട്ട് കണ്ടോ, മണ്ണിന്ന് ഇത്രയും മുകളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മണ്ണിനകത്തുനിന്ന് ഇത്രയും മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് പറിക്കാറായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കതിനെ പറിച്ചെടുക്കാം. ബീറ്റ്റൂട്ടിൻ്റെ വിളവെടുപ്പാണ് കണ്ടോ. കണ്ടോ, ഇത്രയും മണ്ണിൻ്റെ പൊക്കത്തിലായിരുന്നു, ഇത്രയും മണ്ണിൻ്റെ അടിയിലായിരുന്നു. നമുക്ക് കഴുകി നമുക്കെടുക്കാം. രണ്ട് ഭാഗങ്ങളായിട്ടുണ്ടോ, ഇത്രയും മണ്ണിൻ്റെ മുകളിൽ നിന്ന ഭാഗവും ഇത്രയും മണ്ണിൻ്റെ അടിയിൽ നിന്ന ഭാഗവും നമുക്ക് ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ചെടിയാണ് ഈ കാണുന്നത്. ഉരുളക്കിഴങ്ങ് ഈ ഇല പഴുത്ത് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉരുളക്കിഴങ്ങ് വിളവെടുക്കാറാവും. ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ചെടികളാണ് ഇതെല്ലാം കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങാണിത്. ഇതിനടിയിൽ ഒരുപാട് ഉരുളക്കിഴങ്ങ് അവിടെ ഇവിടെയൊക്കെ നിറച്ച് കിടപ്പുണ്ടായിരിക്കും. നമ്മൾ ഓർക്കും ഈ ഉരുളക്കിഴങ്ങിൻ്റെ വേരയിലാണ് ഉരുളക്കിഴങ്ങ് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മളിത് ഈ ചെടി പഴുത്ത് കഴിയുമ്പോൾ നമ്മളിത് പറിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ അടിയിലിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒരു വേരുമായിട്ട് ബന്ധമില്ലാതെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും. ഞാൻ മുമ്പ് വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതിന് പലരും പറയുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇട്ടിട്ട് നിങ്ങൾ എടുക്കുന്നതായിരിക്കും. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഉരുളക്കിഴങ്ങ് നട്ട് കഴിഞ്ഞാൽ ആ ഉരുളക്കിഴങ്ങിൻ്റെ ചെടി പറിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ 4 ചുറ്റിനും നമ്മൾ മാന്തി നോക്കി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് വേരോട് ബന്ധമില്ലാതെ കിടക്കുന്നുണ്ടാവും.